അല്ല ഗൈസ്, അപ്പൊ നമ്മളെ ലാസ്റ്റത്തെ ക്ലാസ്സിൽ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫൗണ്ടേഷൻ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, എന്ന് വെച്ചാൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ത്രൂ ആണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ബിഗിനർക്ക് മനസ്സിലാവേണ്ട രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഫസ്റ്റ് നമ്മൾ. നമ്മൾ പറഞ്ഞു നമുക്ക് വെച്ചാൽ ഒരു ABCD അറിയാത്ത ഒരാളാണ് ഈ ക്ലാസ് കാണുന്നെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം വെച്ചാൽ നമുക്കിപ്പം കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല, എങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ മൊബൈലിൽ ജസ്റ്റ് ഫേസ്ബുക്ക് മാത്രം യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്ക് കൂടി എന്ത് ചെയ്യണം, ഇതിൽ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഓൺലൈൻ ത്രൂ അവരുടെ ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുമ്പം എങ്ങനെ അത് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനത്തെയൊക്കെ ഫണ്ടമെന്റൽസ്, ഇതൊക്കെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഏത് രീതിയിൽ നമ്മളെ മൈൻഡിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം, ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ. എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റെപ്പ് 1 ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വീക്ക് 2 ആണ് ഇത്. എന്ന് വെച്ചാൽ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ പാർട്ട് 1. എന്ന് വെച്ചാൽ നമ്മൾ വെബ് ഡിസൈനിങ് ഡെവലപ്മെന്റ് അതൊരു വലിയ ഒരു സെക്ഷൻ ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. വെബ്സൈറ്റ് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വീക്ക് 2 എന്നുള്ളത് വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇതിന്റെ ബാക്കി പഠിക്കും. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ, അതേപോലെ കോഡ് വെച്ചിട്ടും CMS വെച്ചിട്ട്. CMS എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. വെച്ചാൽ വേർഡ് പ്രസ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതിന്റെ കണ്ടന്റ് നമുക്ക് മാനുവലി മാനേജ് ചെയ്യാൻ പറ്റും, വെച്ചാൽ കോഡ് ചെയ്യുന്നതിന് പകരം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കോഡ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും CMS വെച്ചിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ബേസിക്സ് ലൈക്ക് കോഡ് ചെയ്തിട്ട് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു ബേസിക് എങ്ങനെ മനസ്സിലാക്കാനുള്ള രീതിയിലൊരു സെക്ഷൻ ഉണ്ടാകും. പിന്നെ പർച്ചേസിങ്, ഹോസ്റ്റിംഗ്, സെർച്ചിങ്, ബൈയിങ് എ ഡൊമെയിൻ, വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ. ഇതാണ് നമ്മുടെ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ ടൈം വളരെ നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോവാം. എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ. ഇൻ ദിസ് വീക്ക് വി വിൽ ലേൺ ഹൗ വെബ്സൈറ്റ്സ് ആർ ക്രിയേറ്റഡ് ഫ്രം സ്ക്രാച്ച് ഇൻക്ലൂഡിംഗ് ഡൊമെയിൻ പർച്ചേസ്, ഹോസ്റ്റിംഗ് സെറ്റപ്പ് ആൻഡ് വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ. ഇതന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്നത്തെ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. വെച്ചാൽ വെബ്സൈറ്റ് എങ്ങനെയാണ് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നത്, ഡൊമെയിൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഹോസ്റ്റിംഗ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, വേർഡ് പ്രസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ ഓൾറെഡി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ബേസിക്സ് ഓഫ് വെബ് ഡിസൈനിലേക്ക് പോവാം. ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്ക് എന്തിനാണ് നമ്മൾ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മൾ എന്തിനാണ് ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്? ഓക്കെ, നിങ്ങൾ തന്നെ ടൈം എടുത്ത് ചിന്തിച്ച് നോക്കുക. നമ്മൾക്ക് ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ഒരു സാധനം, ഫ്ലിപ്കാർട്ട് ഒരു വെബ്സൈറ്റ് നമുക്കറിയാലോ. ഫ്ലിപ്കാർട്ട് ഒരു സാധനം മേടിക്കാണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിലേക്ക് പോകും. സാധനം എന്താ പറയുക, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. അതിന്റെ കുറേ വേരിയേഷൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ ബൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അത് ബൈ ചെയ്യും. ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വെച്ചിട്ട്, അല്ലെങ്കിൽ പേയ്മെന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ EMI വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇതൊരു യൂസ് ആണ് വെബ്സൈറ്റിന്റെ. അപ്പൊ എന്താ ചെയ്യുക, ആസ് എ കമ്പനി, ഫ്ലിപ്കാർട്ട് ഒരു നമ്മുടെ കമ്പനിയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ഒരു സെയിൽ കിട്ടി. നമുക്കൊരു വെബ്സൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിൽ കിട്ടി. എന്നുവെച്ചാൽ ഫ്ലിപ്കാർട്ട് ഒന്നും ഒരു റീറ്റെയിൽ ഷോപ്പില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് കൊണ്ട് ഇത്രയും ബില്യൺ സെയിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിച്ചാൽ മതിയോ. കാരണം നമ്മൾ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ചില ഫ്ലിപ്കാർട്ട്, മീഷോ, മിൻട്ര, ആമസോൺ, ഇതൊക്കെ കമ്പനീസിനൊന്നും അവർക്ക് ഷോപ്പുമായിട്ട് കൂടുതലില്ല. മിൻട്ര ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ എങ്ങനെയാണ്, ഓൺലൈനിൽ മാത്രം. അതും അവർക്ക് പ്രൊഡക്റ്റേ ഇല്ല, അവർ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടാണ് അവർ സെല് ചെയ്യുന്നത്. ഇതൊക്കെ ഓൺലൈൻ വേൾഡിന്റെ ഓരോ പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ വെബ്സൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തിനാണ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഓരോ ആവശ്യങ്ങൾ നടക്കാനും. പിന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് അറിയണം. ഇപ്പൊ ഞാനിപ്പോ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോവാണ് ഒരു കമ്പനിയിൽ. ഓക്കെ, ഇപ്പോൾ ആപ്പിളിന്റെ കമ്പനിയിൽ ഞാൻ ജോബിന് ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ ഒരു IT ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോബിന് എനിക്ക് കിട്ടി. പക്ഷെ ആപ്പിൾ അത്ര പോപ്പുലർ ആയിട്ടുള്ള കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യം ഗൂഗിളിൽ പോയിട്ട് ആപ്പിളിൽ നിന്നുള്ള കമ്പനിയെ കുറിച്ച് സെർച്ച് ചെയ്യും. അവരുടെ കമ്പനി ഡീറ്റെയിൽസ് കിട്ടും, അവരുടെ വെബ്സൈറ്റിൽ പോകും, ഫുൾ അവരുടെ കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മനസ്സിലാക്കും. ഓക്കെ, ഇത് നല്ല കമ്പനിയാണെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്കിപ്പ് അടിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഓൺലൈൻ റെപ്യൂട്ടേഷൻ ഒന്നും ഇല്ലാത്ത കമ്പനിയാണ്, എനിക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നമ്മൾ അതൊക്കെ ആയിരിക്കും കൂടുതൽ നോക്കുക. അപ്പോൾ ഓൺലൈനിൽ ഒരു വെബ്സൈറ്റ് ഒന്നുമില്ല, ഇനിയിപ്പോൾ ഉള്ള വെബ്സൈറ്റ് തന്നെ ഒരു പ്രൊഫഷണൽ അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇല്ലാത്ത വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടോ, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങളെ സ്ഥാനത്തായാലും നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക, ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു കുറച്ചും കൂടി ഒരു പ്രൊഫഷണലാണ്. ഈ കമ്പനി നല്ല കമ്പനിയാണ്, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വെബ്സൈറ്റ്സിലുണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഒരു ട്രസ്റ്റ് അവര് വരുന്നുണ്ടാവും. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു വെബ്സൈറ്റിന്റെ യൂസ് കേസ് ആണ്.
ഇനിയിപ്പോൾ നമ്മൾ ആസ് എ ഡെവലപ്പർ, നമ്മളൊരു ഡിസൈനർ അല്ല ഡെവലപ്പർ ആകാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതിൽ ഫസ്റ്റത്തെ ഒന്നാണ് ലേ ഔട്ട് ആൻഡ് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ വെബ്സൈറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്ത്, ഏത് സ്ട്രക്ചറിലാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ പോയിന്റാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ഞാൻ ഒരു വെബ്സൈറ്റ് ഞാൻ വെച്ചുതരാം. ഈ ഒരു വെബ്സൈറ്റ് ലോവർ വെബ്സൈറ്റ് നമ്മൾ കണ്ടന്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നും ഇതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഇതൊന്നും മനസ്സിലാത്ത വെബ്സൈറ്റ് തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ ലോവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വെബ്സൈറ്റാണ്. ഞാൻ എൻ്റെ ഒരു ബിസിനസ് വേണ്ടി ഞാൻ ഇവിടെ അബൌട്ട് അതേപോലെ എൻ്റെ സർവീസസ്, പിന്നെ വൈ ചൂസസ്, പിന്നെ മിഷൻ ആൻഡ് വിഷൻ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും അത് റീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര ആവശ്യമുള്ളവർ മാത്രം വന്ന് റീഡ് ചെയ്യുമെന്നല്ലാതെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു വെബ്സൈറ്റ് ആയിട്ട് എല്ലാവരും കണക്കൂട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ്, നല്ലൊരു ഈസി ടു നാവിഗേറ്റ് ആയിട്ടുള്ള ഒരു മെനു, അവരുടെ സർവീസസ്, കോൺടാക്ടസ്, പിന്നെ അതേപോലെ അവരെ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാൻ, കമ്പനി പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാൻ, പിന്നെ അതേപോലെ ബാക്കെൻഡിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയ, കുറച്ച് കളർഫുൾ ആയ, പിന്നെ കാണാൻ കുറച്ച് വൃത്തിയുള്ള ഒരു വെബ്സൈറ്റ് കണ്ടാൽ എന്ത് ചെയ്യും, ഓക്കെ നമുക്ക് എല്ലാം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ ഞാൻ പോയ കാര്യം നടന്നു എന്നുള്ള രീതിയിൽ. ഞാൻ ആ വെബ്സൈറ്റിൽ പോയത് എന്തിനാ, അവരുടെ സർവീസസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് പോയത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഇപ്പം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി, അതേപോലെ കുറച്ച് FAQs ഒക്കെ കിട്ടി, അവരുടെ അഡ്രസ്സ് കിട്ടി, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതിനുള്ള സർവീസ് കിട്ടി, അവരുടെ മേജർ ക്ലയൻസിനെ കിട്ടി. ഇതൊക്കെ എന്ത് ചെയ്തു, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന വെബ്സൈറ്റിലുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഇനിയിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായി, കമ്പനിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു PDF ആയിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് എൻ്റെ ഫോണിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഫുള്ള് റീഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, അങ്ങനെ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു വെബ്സൈറ്റ്, ഒരു ഗുഡ് വെബ്സൈറ്റിന്റെ സ്ട്രക്ചറാണ് ഇത്. ഒരു ബാഡ് വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും, ഒരാൾക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കണ്ടു. ഈ ഒരു വെബ്സൈറ്റ്സ് ഒക്കെ വെച്ചാൽ നല്ലൊരു ഡിസൈൻ ആണെങ്കിൽ എന്തുണ്ട്, എന്താ വെച്ചാൽ കസ്റ്റമർ ആ ഒരു വെബ്സൈറ്റിലൂടെ സ്ക്രോൾ ചെയ്ത് മാക്സിമം അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് തിരിച്ചു പോവുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറൊരു വെബ്സൈറ്റ് കാണിച്ചത്. ഈ ഒരു വെബ്സൈറ്റ് ഒരു ആനിമേഷൻ ബേസ്ഡുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ബേസ്ഡുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിലും കൂടുതൽ എന്താ ചെയ്യാം, സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു മോഡേൺ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ആനിമേഷൻ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ അത് സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ കൂടുതലും കാര്യങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്യാനും എന്ന് വെച്ചാൽ കൂടുതൽ ടൈം നമ്മൾ ആ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതേപോലെ ഇപ്പം ഓല എന്നുള്ള ഒരു വെബ്സൈറ്റ്, ഇത് കണ്ടോ, അവരുടെ വെബ്സൈറ്റിൽ എന്താ ഉള്ളത്, അവരുടെ പ്രൊഡക്ട്സ്, പിന്നെ അവരുടെ ഓരോ സ്കൂട്ടറുകൾ, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ ചാർജിങ് സ്റ്റേഷൻസ്, സർവീസ് സെന്റേഴ്സ്, ഇതൊക്കെയാണ്. പിന്നെ EMI സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തു ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടി. ഇനി ആ വെബ്സൈറ്റ് കൊടുത്തത് എന്താ, ഒരു വെൽ സ്ട്രക്ചേർഡ് ലേ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറയുന്നത്, നല്ലൊരു സ്ട്രക്ചർ, നല്ലൊരു ലേ ഔട്ട് ഉണ്ടെങ്കിൽ എന്താ, ആ യൂസർ കുറെ നേരം ആ വെബ്സൈറ്റിൽ നിൽക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ യൂസർ ഫ്രണ്ട്ലിനെസ് കീപ്പ് ചെയ്യാനും കസ്റ്റമറെ ആവശ്യങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് നടത്താനും സഹായകമാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ലേ ഔട്ട് ആൻഡ് സ്ട്രക്ചർ എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് അവിടെ സാധ്യമാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വെബ്സൈറ്റിൽ വന്ന കസ്റ്റമർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും, ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഉള്ളതാണ് കളർ ആൻഡ് ടൈപ്പോഗ്രഫി. നമുക്ക് ഈ ഒരു വെബ്സൈറ്റ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഓല എന്നുള്ളത് ഒരു വൈറ്റ് തീമിലാണ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൈറ്റിൽ, ഓവർ കളർഫുൾ അല്ലാത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഓല കൊണ്ടുപോകുന്നത്. അതേപോലെ ആപ്പിളും അതുപോലെ തന്നെയാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. ഓൾമോസ്റ്റ് പ്രീമിയം ബ്രാൻഡ്സ് ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് പോവുക. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലാകുമ്പം അവരുടെ ആ ഒരു ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ ഒരു ടൈപ്പ് കണ്ടന്റ് ആണ് കൂടുതലും പോകുന്നത്. ആമസോൺ നമുക്കറിയാം, ആമസോണിന്റെ ലോഗോയിലുള്ള ആ ഒരു കളർ തീം തന്നെയാണ് ഇതിൽ പോകുന്നത്. E-commerce പൊതുവെ കളർ തീം ഫോക്കസ് ചെയ്യാത്ത ഒരു മേഖലയാണ്. കാരണം അവർക്ക് ഓൾമോസ്റ്റ് കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളുണ്ടാവും. ഈ അഡ്ലർ ഈ ഓണക്സിന്റെ ഒരു സ്റ്റോറാണ് UAE-ൽ. ഇതിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർ കൊണ്ടുപോകുന്ന കളറും കാര്യങ്ങളും അവരുടെ ലോഗോ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്ന കളർ, അതേപോലെ ഫോണ്ടുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു യൂണിഫോമിറ്റി അവിടെയാണ്. എന്ന് വെച്ചാൽ ഒരു ഫുള്ള് ഒരു സെയിം യൂണിഫോം ആയിട്ടാണ് അവര് ഫുള്ള് കൊണ്ടുപോകുന്നത്. വെച്ചാൽ ഇവിടെ ഒരു ഫോണ്ട്, താഴെ വേറെ ഫോണ്ടല്ല, എവിടെയൊക്കെയാണ് അവർ ഫോണ്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ എന്തുണ്ട്, നല്ല ഒരു അവരുടെ ബ്രാൻഡിന് അവർ ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ട് വെച്ചാൽ ബ്രാൻഡ് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും അവർക്കുണ്ടാവും. ആ രീതിയിലുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പിന്നെന്താ, നമുക്ക് ഫോണ്ട് അതേപോലെ കളർ വെച്ചാൽ ഞാൻ കളർ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു. വെച്ചാൽ ലോഗോയിലുള്ള കളർ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ഈ ബട്ടൺ, ടെക്സ്റ്റ് ഒക്കെ, ബട്ടണൊക്കെ നോക്കുമ്പോൾ മനസ്സിലായി ഈ ലോഗോ ആയിട്ട് ബന്ധപ്പെട്ട കളേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കളർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് യൂസർ എക്സ്പീരിയൻസും ഈ ഞാൻ പറഞ്ഞതിൽ തന്നെ പെട്ടു. വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് ഈ വെബ്സൈറ്റിൽ വന്നു,
അപ്പൊ നമുക്കൊന്നും ക്ലിക്ക് ചെയ്യാനോ എവിടെയും പോകാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു വെബ്സൈറ്റ് കാണിച്ചത്, ഞാൻ വേറൊരു വെബ്സൈറ്റ് ദുൽഖർ സൽമാന്റെ ഒരു വെബ്സൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഈ വെബ്സൈറ്റ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കി. ഓക്കെ, ഇതിപ്പോ ദുൽഖർ സൽമാൻ അറിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഈ വെബ്സൈറ്റിൽ വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തൊക്കെയോ സ്ക്രോൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇമേജ് ലോഡ് ആവുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഗാലറിയിൽ പോകുമ്പോൾ എന്തായി, ഇവിടുത്തെ ഇമേജും ലോഡ് ആവുന്നില്ല. ഓക്കെ, ഇനിയിപ്പം ഫാൻസ് കോർണർ എബൌട്ടിൽ പോയി, എബൌട്ട് പേജിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ പേജ് എന്താ, ഈ പേജ് ലോഡ് ആവുന്നില്ല. ഞാൻ ജസ്റ്റ് നേരത്തെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സമയത്ത് കണ്ടതാണ്, അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അത് ഒരു യൂസർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, യൂസർ എക്സ്പീരിയൻസ് വളരെ കുറഞ്ഞ വെബ്സൈറ്റ്സ് ആണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ഒരു യൂസർക്ക് വെബ്സൈറ്റിൽ വന്ന് അവർക്കുള്ള ആ ഒരു ഫീൽ, എന്ന് വെച്ചാൽ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു വേ നല്ല എളുപ്പത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ, യൂസർ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും, നമ്മളെ സെയിൽ അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്ന യൂസർ എക്സ്പീരിയൻസ് അവിടെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് മൊബൈൽ ഫ്രണ്ട്ലിനെസ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ ഈ ഓലന്റെ തന്നെ വെബ്സൈറ്റ് പറഞ്ഞു. ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് മൊബൈലിൽ എങ്ങനെയുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടോ, നമ്മൾ ഈ വെബ്സൈറ്റ് മൊബൈലിൽ ഓപ്പൺ ചെയ്താലും നല്ല രീതിയിൽ തന്നെ എന്തുണ്ട്, അവര് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമുക്കിപ്പോ മൊബൈലിൽ കണ്ട അതേ സെക്ഷൻസ്, മൊബൈലിലല്ല ഡെസ്ക്ടോപ്പിൽ കണ്ട അതേ സെക്ഷൻസ് എന്തുണ്ട്, മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അധികം വന്ന സെക്ഷൻസ് എന്തുണ്ട്, അവർ സ്ലൈഡർ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഏത് സ്ക്രീനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ആ ഒരു സ്ക്രീനിൽ എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. എന്നുവെച്ചാൽ മൊബൈലിലേക്ക് നമുക്ക് മെനു കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഹാംബർഗർ മെനുസ് കൊടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ആണ് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പഠിക്കും. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ 4 സെക്ഷനാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ലേഔട്ട്, കളറ്, ടൈപ്പോഗ്രഫി, യൂസർ എക്സ്പീരിയൻസ്, മൊബൈൽ ഫ്രണ്ട്ലിനെസ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ കോമ്പറ്റീറ്റേഴ്സിന്റെ വെബ്സൈറ്റ് എന്ത് ചെയ്യാം, നമ്മൾ പോയി നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഇതാണ് ഞാനിപ്പോ തരാൻ ശ്രമിക്കുന്നത്. വെച്ചാൽ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ, ലേഔട്ട് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രക്ചർ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കളറ്, ടൈപ്പോഗ്രഫി ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, അതേപോലെ മൊബൈൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൊബൈലിലേക്കുള്ള ഡിസൈൻ അല്ല. ഇനിയിപ്പോൾ അയാൾക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സെക്ഷൻസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ യൂസർക്ക് നാവിഗേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വെബ്സൈറ്റിൽ നിന്ന് കസ്റ്റമർ എക്സിറ്റ് അടിച്ചു പോകാനും നമുക്ക് അവിടെ സെയിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട എന്താ, ആസ് എ വെബ് ഡിസൈനർ ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യണം. ഈ ഇഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യണം. ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുക, വെബ് ഡിസൈനിങ്ങിൽ വിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് vs CMS. CMS എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് CMSന്റെ ഫുൾ ഫോം വേണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്നറിയാം. എന്ന് വെച്ചാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ കണ്ടന്റ് നമുക്ക് തന്നെ മാനുവലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. വെച്ചാൽ ഇപ്പൊ ബ്ലോഗ് പോസ്റ്റ് ആയിക്കോട്ടെ, പേജ് ആയിക്കോട്ടെ, CMS എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മാനേജ് ചെയ്തിട്ട് ബാക്ക് എൻഡിലൊരു സ്ട്രക്ചറും പാനലൊക്കെ ഉണ്ടാവും, നമുക്ക് തന്നെ അത് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ്, ഞാൻ ഒരു കോഡ് കാണിച്ചു തരാം. ആന്റി ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്ത ഒരു വെബ്സൈറ്റിന്റെ കോഡ്, ഇതാണ് ഒരു വെബ്സൈറ്റിന്റെ കോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെബ്സൈറ്റ് ചെയ്ത് ഇതാണ് ഒരു കോഡ്. ഓക്കെ, ഈ കോഡിന്റെ വെബ്സൈറ്റ് നമുക്ക് എങ്ങനെയാണ്, ഇങ്ങനെ കോഡ് ചെയ്താൽ എന്താ കിട്ടാന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കണ്ടോ, ഇത് ഫുള്ളി കംപ്ലീറ്റ് അല്ല, ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇതിന് എന്തൊക്കെയുണ്ട്, നല്ലൊരു നാവിഗേഷൻ മെനു ഉണ്ട്, ഒരു ഹെഡർ ഉണ്ട്, പിന്നെ USPs ഉണ്ട്, ക്ലയൻസിന്റെ ലിസ്റ്റ് ഉണ്ട്, പിന്നെ അവർ ലിസ്റ്റ് ചെയ്ത പ്രൊജക്ട്സ് ഉണ്ട്, പിന്നെ അതേപോലെ കുറച്ച് പിന്നെ വൈറ്റൂസ് എബൌട്ട് ഉണ്ട്, പിന്നെ USPs തന്നെ ഉണ്ട്, പിന്നെ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഈ കോഡ് കൊണ്ടാണ് അവിടെ വരുന്നത്. വെച്ചാൽ ഈ കോഡ് റൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വെബ്സൈറ്റ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചത്. ഇപ്പം ഫൈൻഡ് യുവർ ഡ്രീം പ്രോപ്പർട്ടി ഇൻ ദുബായ്. ഓക്കെ, ഇതാണ് അവിടുത്തെ ഹെഡിങ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് മാറ്റാൻ നോക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ H1. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇത് മാറ്റിയിട്ട് ഖത്തർന്ന് കൊടുക്കാണ്. നിങ്ങൾ ഇത് കോഡൊന്നും കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു വരുന്നത് ഇതാ.
നമ്മൾ ഈ ബാക്ക് എൻഡിൽ കോഡ് മാറ്റുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുക അത് മാറുക. ഇപ്പൊ ഞാൻ UAE മാറ്റി, ദുബായ് മാറ്റി, ഖത്തറാക്കി, അപ്പൊ എന്താ ഇവിടെ മാറി. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ലൈൻ ഓഫ് കോഡ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും ലൈൻസ് ഓഫ് കോഡ് എഴുതിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക. ഇപ്പൊ കുറെ ടൂൾസ് ഒക്കെ ഉണ്ട് ഇത് ചെയ്യാന്, പക്ഷെ ഇത്രയും ലൈൻസ് ഓഫ് കോഡ് അതേപോലെ ഇതേപോലത്തെ CSS ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എന്താ ചെയ്യുക ഇങ്ങനത്തെ ഒരു 1 പേജ് വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക ഇത് എത്രത്തോളം പണിയുണ്ട് കോഡ് ചെയ്യാന്. അപ്പോ പിന്നെ എന്തുകൊണ്ടും നല്ലത് എന്താണ് നമുക്ക് CMS പോലത്തെ അല്ല വേർഡ്പ്രസ് പോലത്തെ എന്തെങ്കിലും ഒരു ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇത് പറഞ്ഞു കോഡിങ് HTML CS വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. CMS എന്ന് പറഞ്ഞാൽ എന്താ, വേർഡ്പ്രസ്, ഷോപ്പിഫൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷോപ്പിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് e-commerce വെബ്സൈറ്റ്സിന് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഷോപ്പിഫൈ. എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് അതേപോലത്തെ വലിയ സ്കെയിൽ ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഒക്കെയാണ് കൂടുതലും ആ ഒരു ഷോപ്പിഫൈ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിഫൈ ഒരു CMS ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ എന്താ വേർഡ്പ്രസ്സും ഒരു CMS ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വേറെ വിക്സ്, അതേപോലെ വേറെ ഏതാ സ്ക്വയർ സ്പേസ്, വെബ് ഫ്ലോ, ഇങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി കൂടുതൽ യൂസ് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളിലായാലും നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായാലും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, വേർഡ്പ്രസ്സും ഷോപ്പിഫൈയും തന്നെയാണ്. വെച്ചാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഷോപ്പിഫൈ ആയാലും വേർഡ്പ്രസ് ആയാലും. അതേപോലെ എന്ത് ചെയ്യാം, പക്ഷെ ഷോപ്പിഫൈക്ക് എന്തുണ്ട് ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി പേയ്മെന്റ് കൊടുക്കണം. എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ അറിയാം, ഷോപ്പിഫൈക്ക് മന്ത്ലി പേയ്മെന്റ് കൊടുക്കണം. അതേപോലെ നമ്മുടെ സെയിലിന്റെ കമ്മീഷനും കൂടി ഷോപ്പിഫൈക്ക് കൊടുക്കണം. ചെറിയ പെർസെൻറ്റേജ് ആണ്, 1%, 0.5% ഒക്കെ. പക്ഷെ ഒരു വലിയ സെയിലൊക്കെ നടക്കുന്ന കമ്പനി ആകുമ്പോൾ എന്താവും, അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, കോഡാകുമ്പോൾ എന്തുണ്ട്, നമുക്ക് ഈസിയാണ്. ഈ CMS വേർഡ്പ്രസ് ഒക്കെ എന്താണ് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ടെക്നിക്കൽ നോളജ് അറിയാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് പറയാണ്, ഇപ്പം നമ്മൾ കോഡ് ചെയ്ത വെബ്സൈറ്റ് ചെയ്താ ഇത്. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഒരു പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു നോൺ ടെക്കിയാണ്, പുതിയതായിട്ട് കടന്നു വരുന്ന വെബ്സൈറ്റിലേക്ക് കടന്നു വരുന്നത്, നിങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, നിങ്ങളവിടെ കോഡ് എവിടെയാണ്, എവിടെയാണ് ആഡ് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ തന്നെ 1-2 ദിവസം പിടിക്കും ആസ് എ ന്യൂ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം നമുക്കൊരു CMS ആണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ബാക്ക് എൻഡിൽ പോവുക, ഒരു പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യുക, ഇമേജ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്ത് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഒരു പുതിയ സാധനം ഇവിടെ ആഡായി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും എളുപ്പമാണ് നമുക്ക് വേർഡ്പ്രസ് പോലത്തെ CMS ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതവിടെ മനസ്സിലായിരിക്കുക. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത്, ടൈം സേവിങ് ആണ്, ഈസി ആണ്. അതേപോലെ കോഡിങ് വേണ്ട, ടെക്നിക്കൽ നോളജ് വേണ്ട, ഓവർ ടൈം പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് നമ്മൾ കോഡ് ചെയ്യാതെ CMS ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് വേർഡ്പ്രസ് തന്നെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ 43% ഓഫ് വെബ്സൈറ്റ് യൂസിങ് വേർഡ്പ്രസ്. എന്ന് വെച്ചാൽ വേൾഡിൽ തന്നെ 43% വെബ്സൈറ്റ്സ് ആണ് ഇതിൽ വേർഡ്പ്രസ്സിലുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസും പെട്ടെന്ന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും SEO ഒക്കെ ആയാലും പെട്ടെന്നൊക്കെ റാങ്ക് ചെയ്യിപ്പിക്കാനൊക്കെ എളുപ്പമുള്ള എന്താണ് വേർഡ്പ്രസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ബേസിക്സ് പറഞ്ഞ് ഞാൻ വെറുതെ ടൈം കളയുന്നില്ല, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള HTML CSS അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു HTML സ്ട്രക്ചർ നമുക്ക് നോക്കാം. നമുക്കിപ്പം ഒരു പുതിയൊരു ഒരു HTML ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. new.html ഇങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു പേജാണ്, ഒരു വെബ്സൈറ്റിൻ്റെ പുതിയ പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് HTML ആണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഷോർട്ട് കോഡ് അടിച്ചിട്ട് വേണ്ട, നമുക്ക് ഷോർട്ട് കോഡ് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താ, HTML. ഇങ്ങനെയല്ല, ഡോക് ടൈപ്പ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അത് കൊടുക്കുന്നില്ല. ഇപ്പോൾ HTML എന്ന് കൊടുത്തു, ഞാൻ ഇത് സേവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഇത് പ്രിവ്യൂ കൊടുക്കുകയാണ്. ഓക്കെ, പ്രിവ്യൂ കൊടുക്കുമ്പം ഇവിടെ ഒന്നും കാണില്ല. കാരണം എന്താ, ഈ ഒരു കോളത്തിൽ ഒന്നുമില്ല ഇതുവരെ. വെച്ചാൽ HTML എന്നുള്ള സാധനം മാത്രമേ ഞാൻ കൊടുത്തില്ല, അവിടെ കണ്ടന്റ് ഒന്നും കൊടുത്തില്ല. ഇതിപ്പോൾ ഞാൻ എന്താണ് ഹെഡ് ടാഗ് കൊടുക്കുകയാണ്. ഹെഡ് ടാഗിലും ഞാൻ ഒന്നും കൊടുക്കുന്നില്ല ഇപ്പം. ജസ്റ്റ് ഒരു ബോഡി ടാഗ്. ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റ ടാഗ് അതേപോലെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഹെഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ കൊടുക്കുക. ഇപ്പോൾ ബോഡിയുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മളെ വെബ്സൈറ്റിൽ ഒന്നും ഫയലൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഹലോ എന്ന് കാണാം. ഓക്കെ,
അതെന്തുകൊണ്ടാണ്? അത് ഈ വെബ്സൈറ്റിൻ്റെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണോ കൊടുക്കുന്നത് അതാണ് അവിടെ വരിക. ഇനിയിപ്പോൾ ഞാൻ ഈ ഹലോ എന്ന് മാറ്റിയിട്ട് H1 എന്നുള്ള ടാഗ് കൊടുക്കുകയാണ്. H1 ടാഗ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ട ടാഗാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇനി എന്ത് ചെയ്യാം? ഹലോ വേൾഡ് എന്ന് ഞാൻ എന്ത് ചെയ്തു? കൊടുത്തു, സേവ് ആക്കി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്നുള്ളത് കാണാം. എന്ന് വെച്ചാൽ നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കൊരു പാരഗ്രാഫാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു പാരഗ്രാഫ് ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ പാരഗ്രാഫിന് കുറച്ച് കണ്ടന്റ് വേണം. ഓക്കെ, ഞാൻ ഇതെടുക്കുവാണ് ഇവിടുന്ന്. ഓക്കെ, ഞാൻ ഇത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ പോയാൽ എന്താ? ഓക്കെ, എനിക്കിപ്പോൾ ഈ കണ്ടന്റ് ഇവിടെ വന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് കോഡ് വെച്ചിട്ട് വെബ്സൈറ്റ് ചെയ്യുന്നുള്ളത്? ഇതൊരു കംപ്ലീറ്റ് ഇതൊന്നുമല്ല, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് എന്താ കോഡിങ് വെബ്സൈറ്റ്സിൻ്റെ ട്യൂട്ടോറിയൽ ഒന്നുമല്ല. അതിൻ്റെ 0.1% പോലും ഞാനിവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെയാണ് ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വെബ്സൈറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ HTML, ഹെഡ്, ബോഡി, H1, H2, H3, പിന്നെ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ IMG ടാഗ്, വീഡിയോ ടാഗ്, അങ്ങനെ കുറേ ഹെഡേക്ക്, കുറേ തലവേദന ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കോഡ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ കോഡ് വെച്ച് ചെയ്യാതെ HTML CSS വെച്ച് ചെയ്യാതെ WordPress വെച്ചിട്ട് വെബ്സൈറ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. HTML ബേസിക്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇനിയിപ്പോൾ CSSൻ്റെയും കൂടി പറയാം. CSS എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കോഡിന്, ഇതിപ്പോൾ HTML എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ വെബ്സൈറ്റിലുള്ള സ്ട്രക്ചറാണ് പിന്നെ HTML. ഇനിയിപ്പോൾ ഈ ഹലോ വേൾഡ് എന്നുള്ളതിന് എനിക്ക് എന്ത് ചെയ്യണം? ഒരു കളർ കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് CSS. ഇപ്പോൾ ഞാൻ ഈ H1 എന്നുള്ളതിന് ഇങ്ങനെ ഇൻലൈനായിട്ട് നമുക്ക് കളർ കൊടുക്കാം, ഇങ്ങനെ CSS കൊടുക്കാം. ഇനിയിപ്പം ഞാനിപ്പോൾ കളർ റെഡ് എന്നുള്ളൊരു സാധനം ഇവിടെ കൊടുത്തു, സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ ഓക്കെ, ഇതിപ്പം കണ്ടോ? ഇവിടെ കളറ് റെഡ് എന്ന് കൊടുത്തോണ്ട് എന്ത് ചെയ്തു? ഇവിടെ ഹലോ വേൾഡ് കളറിൽ വന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താണ്? എനിക്കിപ്പോൾ ഈ P ടാഗിന് നമുക്ക് ഒരു കളർ കൊടുക്കാം. അല്ലെങ്കിൽ ഈ P ടാഗ് നമുക്ക് ഇവിടെ കളർ ബ്ലൂ കൊടുത്തു. ഓക്കെ, കളർ ബ്ലൂ കൊടുത്തു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം കണ്ടോ? ഈ കളർ ബ്ലൂ ആയി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? പിന്നെ ബട്ടൺ എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ChatGPT കൊണ്ട് ചോദിച്ചാൽ തന്നെ ഫുള്ളായിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത് തന്നെ ഒരു സ്റ്റൈല് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വെബ്സൈറ്റ് നോക്കി കണ്ടോ? ഇവിടെ ഒരു ബ്ലാക്ക് ബട്ടണും കൂടി എന്ത് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റ് ആയാലും ഇതേപോലെ കളർ കൊടുത്ത്, സ്റ്റൈല് കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കാത്തതും. ഇത്രയും ടൈം എടുത്തിട്ടൊക്കെ ഒരു വെബ്സൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ടൈമിലൊന്നും ഒരു ക്ലയൻറ്റിന് ഡെലിവർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ CMS വെച്ചിട്ട് വെബ്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CMS എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ HTML CSS പിന്നെ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടാത്തത്, എന്തുകൊണ്ടാണ് CMSലേക്ക് പോകുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പർച്ചേസിങ് ഹോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. നിങ്ങൾക്ക് എമൗണ്ട്, ഇവിടെ ഒരു എമൗണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റിഞ്ചറിലാണ് നമ്മൾ ഹോസ്റ്റിംഗ് ഇപ്പം നിലവിൽ എടുക്കുന്നത്. ഞാൻ HPanel നിങ്ങൾ എന്ത് ചെയ്യുക? hostinger.com എന്നുള്ളൊരു വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, hostinger.com. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് പോയിട്ട് ജസ്റ്റ് മൈ അക്കൗണ്ട് എന്നുള്ള സെക്ഷനിലേക്ക് പോവാം. അതായത് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പുതിയ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് അവിടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് ഈ ഒരു പിന്നെ സ്ക്രീനിലേക്ക് വരുന്നത്. ഇനിയിപ്പം ഇതിൽ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഗെറ്റ് വെബ്സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഏത് പ്ലാനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വെബ്സൈറ്റ് പ്ലാൻ മതിയെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് പ്ലാനിൽ വരിക 69 രൂപയാണ് ഒരു മാസം. ഇത് മതി തൽക്കാലത്തേക്ക്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് മതി. ചൂസ് പ്ലാൻ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് പർച്ചേസ് ചെയ്യാം. 400 രൂപയാണ് വരിക. അതിൻ്റെയൊക്കെ ടാക്സ് കൂടി ആകുമ്പോൾ 470 ആവും. എന്നിട്ട് കംപ്ലീറ്റ്
പിന്നെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ 470 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് ഗൂഗിൾ പേ ആകാം. ഞാൻ അതും കൂടി കാണിച്ചു തരാം. കംപ്ലീറ്റ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ നിങ്ങളെ കാർഡ് ചെയ്തിട്ട് മേടിക്കാം, അല്ലെങ്കിൽ UPI ചെയ്തിട്ടാണെങ്കിൽ UPI ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്ത് സാധാരണ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം മേടിക്കുന്ന പോലെ തന്നെയാണ്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് ആക്റ്റീവ് ആവും. പിന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസയും പോകും, നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവും. നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഓരോ ഹോസ്റ്റിംഗ് പ്ലാനാണ്. ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടോ, ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാനിൽ എനിക്ക് എന്തുണ്ട്, 2 വെബ്സൈറ്റ്സ് ഉണ്ട്. ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാനിൽ 1 വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു ഹോസ്റ്റിംഗിൽ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ വെബ്സൈറ്റ് ഒന്നും കാണിക്കാത്ത, ഈ 2 എണ്ണം കാണിക്കാത്ത നിങ്ങൾക്ക് ഒരു ഫ്രീ ടാബ് ഉണ്ടാകും. അവിടെ ആഡ് വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ വെബ്സൈറ്റ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് വെബ്സൈറ്റ് കൊടുക്കുക, വേർഡ് പ്രസ് കൊടുക്കുക. പിന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഡൊമൈനും കൂടി പർച്ചേസ് ചെയ്യാം. ഡൊമൈൻ എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഹോസ്റ്റിംഗ് പിന്നെ എന്തിനാണ്, സ്റ്റോർ വെബ്സൈറ്റിന്റെ പിന്നെ ഡാറ്റാസ്, അതിലെന്തുണ്ടാവും, ഇമേജസ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, പിന്നെ വീഡിയോസ് ഉണ്ടാവും. നമ്മുടെ അതിന്റെ വെബ്സൈറ്റിന് ആവശ്യമായ ഫയൽസ് ഒക്കെ ലൈവായിട്ട് 24 മണിക്കൂറും ഓൺലൈനിൽ ആക്റ്റീവ് ആയിരിക്കും. കാരണം ഇത് രാത്രി ഒന്നും ഓഫാക്കി വെക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം നമുക്ക് വെബ്സൈറ്റിലേക്ക് എപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് കാണണം. അപ്പോൾ 24 മണിക്കൂർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റിംഗ് മേടിക്കുന്നത്. ഹോസ്റ്റിംഗ് ഇങ്ങനെ മേടിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എന്താ, നെക്സ്റ്റ് സ്ലൈഡിലുള്ളതാണ് നമുക്ക് ശരിക്കും ഡൊമൈൻ്റെത്. ഡൊമൈൻ എങ്ങനെ പർച്ചേസ് ചെയ്യാം, എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ നോക്കാം ആദ്യം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഡൊമൈൻ വേണം. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പോൾ വേണ്ടത് എന്താ, abc.com. ഇവിടെയല്ല, ആഡ് ന്യൂ ഡൊമൈൻ കൊടുക്കുക, ഗെറ്റ് എ ന്യൂ ഡൊമൈൻ കൊടുക്കുക. ഇനി നിങ്ങളുടെ കേസിലാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് പാനൽ ഡൊമൈൻസിൽ വരിക, ഗെറ്റ് എ ന്യൂ ഡൊമൈൻ കൊടുക്കുക. ജസ്റ്റ് അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ടാബിലെത്തും. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, abc.com. ഓക്കെ, ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്യാണ്. ഇത് റാൻഡമായിട്ട് നോക്കുന്നതാണ്, ഇങ്ങനെയല്ല നോക്കേണ്ടത്. ഇത് ഓൾറെഡി ആരോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കത് കിട്ടൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, abcdefgg.com .in എടുക്കാം. ഓക്കെ, ഇതൊന്നും ആരടുത്തും. ഓക്കെ, ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണോ ബിസിനസ്, നിങ്ങളുടെ ബിസിനസിന്റെ നെയിം എന്താ, അതിവിടെ അടിച്ചു നോക്കാം. നമുക്ക് .in മതി. .in ആകുമ്പോൾ നമുക്ക് എമൗണ്ടും കുറവുണ്ട്. പിന്നെ അതേപോലെ പിന്നെ നമുക്ക് റിന്യൂവൽ ടൈമിനായാലും എമൗണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്യാം, അതേപോലെ ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ ആഡ് ടു കാർട്ട് കൊടുക്കുക. ഹോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി എടുത്തു, ഞാൻ പറഞ്ഞു. ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതാ 1 ഇയർ ചൂസ് ചെയ്യുക, കണ്ടിന്യൂ ടു ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ 647 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. ഇതൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് പിന്നെ ഈ ഡൊമൈൻ ഉപയോഗിക്കാം. ഈ abcdefgg, ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ഏതാണോ ഡൊമൈൻ വേണ്ടത് അത് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക, പർച്ചേസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൊമൈൻ പോർട്ട്ഫോളിയോയിൽ വന്നാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഡൊമൈൻ അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് വെബ്സൈറ്റ്സിലേക്ക് വരിക. ഡൊമൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റ്സ് എന്നുള്ള ടാബിൽ വരിക, ഓൾ വെബ്സൈറ്റ്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക കണക്ട് ഡൊമൈൻ അല്ലെങ്കിൽ ആഡ് വെബ്സൈറ്റ് എന്നായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല, കണക്ട് ഡൊമൈൻ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ഡയറക്റ്റ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൊമൈനുമായി ഹോസ്റ്റിംഗുമായി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആഡ് വെബ്സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേർഡ് പ്രസ് സെലക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, വേർഡ് പ്രസ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് ആ ഒരു സ്ലൈഡിലും കൂടി എത്താം. നമ്മളിപ്പോൾ ഡൊമൈന് ഓൾറെഡി പറഞ്ഞു. ഡൊമൈൻ പറഞ്ഞാൽ എന്താ, അതിൻ്റെ പേരാണ്, വെബ്സൈറ്റിൻ്റെ പേര്. ഇപ്പം ഷോപ്പിഫൈ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് എന്താ, shopify.com, അതിൻ്റെ അണ്ടറിലുള്ള ഈ ഹോസ്റ്റിഞ്ചർ എന്താ, hostingr.com എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പേരാണ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. സെർച്ചിങ് ആൻഡ് ബൈയിങ് എ ഡൊമൈൻ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെർച്ച് ചെയ്തു, ബൈ ചെയ്തു, ആഡ് ടു കാർട്ട് കൊടുത്തു, അത് ചെയ്തു. ഇനിയിപ്പോൾ എന്താ, വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ. വേർഡ് പ്രസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം ഈ പറഞ്ഞതിലൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ പിന്നെയും എടുത്ത് പറയാത്തത്. WordPress is a popular CMS, easy to install, no coding required, flexible and customizable. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പിന്നെയും പറയാത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കുക എനിക്ക് മനസ്സിലായിട്ടില്ല വേർഡ് പ്രസ് എന്താണെന്ന്, ഇനി ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഞാൻ പിന്നെ ഏത് സമയത്താണ് നമുക്ക് അതിന്റെ മറുപടി അല്ലെങ്കിൽ എന്താണോ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്ലൈഡ് വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എവിടുന്നാ ചെയ്തത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങളെ ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ്സ് എന്നുള്ള ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇവിടെ ഉണ്ടാവുക. അത് കാരണം എൻ്റെ ഇവിടെ ഓൾറെഡി ഡൊമൈൻസ് ആഡ് മുമ്പേ കണക്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ആഡ് വെബ്സൈറ്റ് അല്ലെങ്കിൽ കണക്ട് ഡൊമൈൻ ഉണ്ടാവും. അപ്പോൾ കണക്ട് ഡൊമൈൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൊമൈൻ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇനി അല്ല നിങ്ങൾ ഓൾറെഡി കണക്ട് ആയെന്നുണ്ടെങ്കിൽ ആഡ് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ബട്ടൺ ഉണ്ടാവാം, അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓൾറെഡി കുറേ വെബ്സൈറ്റ്സിൽ ഒരു ഹോസ്റ്റിംഗിലാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ ആഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ, വേർഡ് പ്രസ് ആണ്. അപ്പോൾ ജസ്റ്റ് വേർഡ് പ്രസ് എന്നത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം അഡ്മിനോ എന്താണോ കൊടുക്കുക, കുറച്ച് സെക്യൂർ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇമെയിൽ അഡ്രസ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഓക്കെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുത്തു. ഞാനൊരു നല്ലൊരു പാസ്വേഡും കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ വേർഡ് പ്രസിന്റെ യൂസർ നെയിം പാസ്വേഡ് വരിക. അതുകൊണ്ട് എന്തായാലും ഓർമ്മ വേണം. ഇപ്പോൾ നിങ്ങളുടെ ഡൊമൈന് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡൊമൈൻ എന്താക്കാം, നിങ്ങൾക്ക് ഇവിടെ വരും. നിങ്ങൾ ഏതാണോ ഡൊമൈന് പർച്ചേസ് ചെയ്തത് അത് ഇവിടെ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓണ്ട് എന്ന് പറഞ്ഞിട്ട് വരും, അത് അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം ഇതൊരു കുറച്ച് ടെക്നിക്കൽ സൈഡാണ്. ആൻഡ് ഓൾസോ ദിസ് ഈസ് വൺ ടൈം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കണക്ട് ചെയ്ത് നിങ്ങൾ ഈ സാധനം മൈൻഡ് ആക്കിയേ വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ട് കാണാപ്പാടം പഠിക്കണമെന്നില്ല. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ സ്പോട്ടിൽ അത് റെഡിയാക്കി തരാം. കാരണം ഇത് ജസ്റ്റ് സ്മോൾ ഫിക്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ ydmcdubai.com. ഓക്കെ, ഞാൻ ഈ ഒരു ഡൊമൈനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ല, നിങ്ങളിപ്പോൾ abcd.com അല്ലെങ്കിൽ abcdefg.in എന്നാണ് നിങ്ങൾ മേടിച്ചത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ പേര് എന്താ പറയുക, പിന്നെ എന്തെങ്കിലും tourism.com എന്നാണ് നിങ്ങൾ ഡൊമൈൻ മേടിച്ചതെങ്കിൽ പിന്നെ എന്താകാം ഇവിടെ കാണിക്കും tourism.com അല്ലെങ്കിൽ tourism.in. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നതാണ്. ഇത് നെയിമൊന്നും റിയൽ അല്ല. ഓക്കെ, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഡൊമൈൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പം ഞാൻ abcdefgg.in ഈ ഡൊമൈൻ ഞാൻ വാങ്ങിയെന്നൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ജസ്റ്റ് വാങ്ങിയെങ്കിൽ ഇതുപോലെയാണ് പോകേണ്ടത്. ഓക്കെ, abcdefg കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അത് പർച്ചേസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് പർച്ചേസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൊമൈൻ ഇവിടെ വരും. ഓക്കെ, ഇന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. അത് കഴിഞ്ഞ് വേറെ ഒരു സ്റ്റെപ്പും ഇല്ല. എനിക്കിപ്പോൾ വേറെ ഡൊമൈൻ ഞാൻ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ യൂസ് ടെമ്പററി ഡൊമൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ഡൊമൈൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചാൽ മതി. ഇനി എന്താവും, ഇവിടെ ഇപ്പം വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് ഒരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. കുറച്ച് ഫയൽസ് ഉണ്ട്. ആ ഫയൽസ് നമ്മുടെ സെർവറിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടൈം എടുക്കാം. ഓക്കെ, നമ്മുടെ 69-70 ഓക്കെ, വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ ആണ് നെക്സ്റ്റ് നമുക്കുള്ളത്. എന്താ, ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഈ വീക്കിലുള്ള ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ചെറിയ ക്ലാസ് ആണ്, പക്ഷേ കുറച്ച് ടെക്നിക്കൽ, കുറച്ച് നിങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ലൈക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നതും ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നതും അത് രണ്ടും കണക്ട് ചെയ്യുന്നതും നിങ്ങൾ കുറച്ച് ആ ഒരു വേയിൽ തന്നെ, ഞാൻ ആ ഫോളോ ചെയ്ത വേയിൽ തന്നെ പോകണം. എന്നാലും കറക്റ്റ് അത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ഡൊമൈനും ഹോസ്റ്റിംഗും പർച്ചേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം. കാരണം നമുക്ക് ഡൊമൈൻ ഇല്ലാതെ ഹോസ്റ്റിംഗ് ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള പിന്നെ വെബ്സൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് പിന്നെ ലോക്കൽ ബൈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, ഈ ലോക്കൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ നെയിം. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം, നമുക്ക് വേറെ ആർക്കും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അറിയുന്നില്ല, ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ലോക്കൽ ബൈ ഫ്ലൈ വീൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചുതരാം. ജസ്റ്റ് ഇവിടെ ആഡ് ന്യൂ കൊടുക്കുക. ഇപ്പം നമ്മൾ ഹോസ്റ്റിംഗ് ചെറിൽ ക്രിയേറ്റ് ചെയ്തില്ല, അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡെമോ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നെക്സ്റ്റ് അടിച്ച് പോവാണ്. കണ്ടിന്യൂ അഡ്മിൻ
ഞാൻ പാസ്വേഡും അഡ്മിൻ തന്നെ കൊടുക്കുന്നത്. ഇത് എന്തായാലും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ സിസ്റ്റത്തിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താവും, ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ അവിടെ ഹോസ്റ്റിംജറിൽ ഇൻസ്റ്റാൾ ആയ പോലെ ഇവിടെ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ആവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞു വന്നത് നമ്മൾ ഈ വീക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം മനസ്സിലാക്കിയത്. ഓക്കെ, ഈ വീക്കിലെ ക്ലാസ് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ ഈ വീക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ബേസിക്സ് ഓഫ് വെബ്സൈറ്റിലുള്ള നമ്മൾ നോക്കണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതി ചെയ്താലാണ് കൂടുതൽ യൂസേഴ്സ് വരിക, ഏതൊക്കെ പിന്നെ ചെയ്താലാണ് യൂസേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പെട്ടെന്ന് പോവുക, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ കോഡ് ചെയ്യുന്നതും CMS തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ ഒരു കോഡ് ചെയ്ത വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കോഡ് ചെയ്ത വെബ്സൈറ്റിന്റെ സെക്ഷൻ പറഞ്ഞ് നിങ്ങൾ കാണാപ്പാടം പഠിക്കാനോ ഒന്നിനുമല്ല, ജസ്റ്റ് അതൊന്ന് ബേസിക് എങ്ങനെയാണ് ഒരു കോഡഡ് വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് മാത്രമാണ്. ജസ്റ്റ് വെറും ബേസിക് ആയ കാര്യമാണ് അവിടെ പറഞ്ഞത്. അതിൽ വലിയ കോഡഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഒന്നല്ല ഞാൻ ചെയ്ത് കാണിച്ചത്, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 1-2 എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചത്. പിന്നെ പർച്ചേസിങ് ഹോസ്റ്റിംഗ്, ഒരു ഹോസ്റ്റിംഗ് എങ്ങനെ പർച്ചേസ് ചെയ്യുക, എങ്ങനെ സെർച്ച് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് കാണിച്ചത്. പിന്നെ ഉള്ളത് ബൈയിങ് എ ഡൊമൈൻ, അതും ആ ഹോസ്റ്റിംഗ് തന്നെ എങ്ങനെ സെർച്ച് ചെയ്യുക, എങ്ങനെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രം. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണും, ആഡ് ടു കാർട്ട് കൊടുത്ത് ബൈനോ കൊടുത്ത് പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതിന്റെ പേയ്മെന്റ് പോയി എൻ്റെ അക്കൗണ്ടിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. കാരണം ലൈവ് പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറേഴ്സ് വരൽ സാധാരണയാണ്. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചാറ്റ് ചെയ്തിട്ട് റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പേയ്മെന്റ് പോയി ഡൊമൈൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഉള്ളത് വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ ആണ്. അതിപ്പോൾ നമ്മൾ ഓൾറെഡി ലൈവ് ആയിട്ടുള്ള ഡൊമൈനിൽ ചെയ്ത് കാണിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ലൈവായിട്ടുള്ളതിൽ ഇവിടെ ചെയ്ത് കാണിച്ചു. പിന്നെ എനിക്ക് ഡൊമൈൻ ലൈവായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്, പുതിയതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കണക്ട് ചെയ്ത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പുതിയ ഡൊമൈൻ ഞാൻ ഈ വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സബ് ഡൊമൈനിൽ തന്നെ ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ലൈവ് ഡൊമൈനിൽ തന്നെ ചെയ്യാം. നിങ്ങൾ ഏതാണോ ഡൊമൈൻ പർച്ചേസ് ചെയ്തത് ആ ഒരു ഡൊമൈൻ കണക്ട് ചെയ്തിട്ട് തന്നെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അന്നേരം തന്നെ അത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഇവിടെ ഇതാ ഞാനിപ്പോൾ ഡെമോ വെബ്സൈറ്റ്സ് ഈ ലോക്കൽ ബൈ ഫ്ലൈ വീൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് ലോക്കൽ ബൈ ഫ്ലൈ വീൽ. ഇതെന്താ, ഇതിപ്പം ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാതെ, ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാതെ വേർഡ്പ്രസ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പിന്നെ ലോക്കൽ സെർവറായിട്ട് ഉപയോഗിക്കാൻ, പിന്നെ ഒരു ഡെവലപ്പർക്കൊക്കെ മനസ്സിലാവും. ഇപ്പൊ ലോക്കൽ സെർവർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വെബ്സൈറ്റ് ക്ലയന്റിന് അയക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലൈവ് സെർവറിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ വെബ്സൈറ്റിന് എന്ത് ചെയ്യും, ലോക്കലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ബിൽഡ് ചെയ്യും. ഇപ്പൊ പ്രോഗ്രാം ആയാലും നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്തിട്ടാണ് പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലൈവ് സെർവറിലേക്ക് നമ്മളത് പബ്ലിഷ് ചെയ്യാം. അപ്പൊ അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ലോക്കൽ ബൈ ഫ്ലൈവീൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇതാ ഡെമോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഓപ്പൺ കൊടുത്താൽ എന്ത് ചെയ്യും, ഡെമോ വെബ്സൈറ്റ് .ലോക്കൽ. ഇത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റിംഗറിൽ ചെയ്ത വെബ്സൈറ്റ് എന്താ, ആർക്കും വേണേലും കാണാം, ആർക്കും വേണേലും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ക്ലയന്റിന് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കുക. എനിക്കിപ്പോൾ ഡൊമൈൻ വാങ്ങാൻ പൈസ ഇല്ല, കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൈസ ഇപ്പം ഞാൻ മേടിക്കണോ അല്ല ഡെമോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കാണ് ഞാൻ ഇത് പറയുന്നത്. അവരെന്ത് ചെയ്യാം, ഈ ഡെമോ എന്നുള്ള വെബ്സൈറ്റ്, ഡെമോ എന്നല്ല നിങ്ങളുടെ കമ്പനീന്റെ വെബ്സൈറ്റ് എന്ത് ചെയ്യാം, ഈ ലോക്കൽ ബൈ ഫ്ലൈവീൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. ലോക്കൽ ബൈ ഫ്ലൈവീൽ എങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിലുണ്ട് അതിൻ്റെ വീഡിയോ, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്താൽ ഒന്നും ആയില്ല, സ്റ്റെപ്പ് 1 പോലും ആയിട്ടില്ല. ഓക്കെ, നമുക്കിനി ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്ത വേർഡ്പ്രസ് വെച്ചിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് വെബ്സൈറ്റ് ഡിസൈനിങ്, അതിന്റെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ പഠിച്ചത് കോഡ് vs CMS, കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് CMS വെച്ചിട്ട് എങ്ങനെയാണ് വെബ്സൈറ്റ് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞു. ബേസിക് ഓഫ് HTML CSS എന്ന് വെച്ചാൽ ഒരു HTML CSSന്റെ അണ്ടർസ്റ്റാൻഡിങ്, ജസ്റ്റ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അത് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നു. പിന്നെ ഉള്ളത് പർച്ചേസിങ് ആൻഡ് ഹോസ്റ്റിംഗ്. ഒരു ഹോസ്റ്റിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തു, ഡൊമൈൻ സെർച്ച് ചെയ്തു, പർച്ചേസ് ചെയ്തു ഒരു ഡൊമൈൻ. ഓക്കെ, പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു. ഈ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ നോക്കി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതെങ്ങനെ ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടാണ് ഇപ്പം ഈ വെബ്സൈറ്റ്
ഇതുപോലെ കാണുന്നത്. ഇതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലോഗ് എന്നുള്ള ഹെഡിങ്ങും ഒരു ഹലോ വേൾഡും മാത്രമേ കാണുന്നുള്ളൂ. ഇതാണോ എൻ്റെ വെബ്സൈറ്റ് എന്ന കാര്യം നിങ്ങളൊന്നും കൺഫ്യൂഷൻ വേണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. നിങ്ങൾ ജസ്റ്റ് ഇത്രയും സ്റ്റെപ്പ് തീർത്ത് വെക്കുക, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നിങ്ങളെ പേജ് എങ്ങനെ റെഡിയാക്കി എടുക്കാം, നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഇതുപോലത്തെ ഒക്കെ വെബ്സൈറ്റ്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ വേർഡ്പ്രസ്സിൽ നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റും വേർഡ്പ്രസ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു തീമിൽ നമ്മൾ ചെയ്തെടുത്ത വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ വെബ്സൈറ്റ് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഫ്ലിപ്കാർട്ട് പോലത്തെ ഇ-കൊമേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ വെബ്സൈറ്റ് ഒക്കെ നമുക്ക് എങ്ങനെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഡ്പ്രസ്സിലേക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇതും ഒരു വേർഡ്പ്രസ് ചെയ്ത വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും കണ്ടിട്ട് ഡൗട്ട് അടിക്കണ്ട. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ്, ഒരു റണ്ണിങ് ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് വെക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആവാം, അല്ലെങ്കിൽ വീട്ടിലെ പാരൻസിൻ്റെ ആവാം, ആരെയായാലും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി ആരോ ചോദിച്ചത്, ഓൾറെഡി ബിസിനസ്സിന് വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ അത് വെച്ചിട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറയാൻ എനിക്ക് സജഷൻ തരാനുള്ള വെച്ചാൽ, വെബ്സൈറ്റ് ഇല്ലാത്ത, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കമ്പനി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതായിരിക്കും കുറച്ചുകൂടി അതിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്, ആ ഒരു ബിസിനസ്സിൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് ഒന്നും കൂടി മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഓൾറെഡി അവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്ര വില അവിടെ ഉണ്ടാവില്ല. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്നും ഓവർ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റോ പ്രൊഫൈൽസോ ഒന്നും ഇല്ലാത്തൊരു കമ്പനി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാണ് എൻ്റെ ഒരു സജഷൻ. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വെബ്സൈറ്റിന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറർ സ്വാഭാവികമാണ്, എല്ലാവർക്കും വരാവുന്നതാണ് എറർ. കാരണം ഈ ഡൊമൈൻ കണക്ഷനിൽ DNS കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ എറർ വരാറുണ്ട്. അത് സാധാരണമാണ്. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. അതെന്താണ് എറർ, എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൺ ദ സ്പോട്ടിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്.